ഏതെങ്കിലും തരത്തിൽ കൈക്കൂലിപ്പണം കൊടുത്തു എന്ന പേരിലുള്ള ഒരു കേസല്ല. അങ്ങനെ ഒരു കേസ് ഇനി നിലനിൽക്കില്ല. കാരണം ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട മാത്യു കുള്ളാടിന്റെയും ഗിരീഷ് ബാബുവിന്റെയും ഹർജി തീർപ്പാക്കിയതാണ്. ഇതിൽ ഒരു രൂപയുടേതെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം കേരള സർക്കാരിൽ നിന്ന് ഉണ്ടായി എന്ന് തെളിയിക്കാൻ ആവശ്യമായ ഒരു രേഖയും ഈ പറയുന്ന ഒരു ഹർജികളിലുമില്ല എന്നുള്ളത് കൊണ്ട് ഇതൊരു അഴിമതിയുമായി ബന്ധപ്പെട്ട കേസല്ല. വീട്ടിലെ പിള്ളേർക്കും പ്രായാർക്കും കൊടുക്കണ്ടട്ടാ. കഴിച്ചായിരുന്നോ? ആർക്ക് കെട്ടിക്കൊണ്ടുപോവാ? അച്ചായ കുറച്ചെടുത്തതാ. നിങ്ങളെടുത്ത് വെപ്പാരനല്ലേ? അല്ലാണ്ട് ഞങ്ങൾക്ക് ഇട്ട് വെക്കാൻ വന്നില്ലല്ലോ. ഇനി 19 പേര് കഴിക്കാനുണ്ട്. ഇവിടുന്ന് കെട്ടിക്കൊണ്ട് വന്നത് CPM-നെ അടിക്കണമെങ്കിൽ ആദ്യം ആരെ അടിക്കണം? CM-നെ അടിക്കണം. CM-നെ അടിക്കണമെങ്കിൽ എന്താ? CM-നെതിരായിട്ട് ആരോപണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ പിണറായി വിജയൻ നേരിട്ടിട്ടില്ല. KFON അഴിമതി അടക്കമുള്ള എത്ര അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുണ്ട്? ഏറ്റിട്ടില്ല. അതിന്റെ കാര്യം അറിയോ? രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉയർത്തുമെന്നും അത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ നടക്കുമെന്നും ഒക്കെ ഉള്ളത് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ അതൊക്കെ ശീലിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു അഴിമതി പ്രശ്നം വന്നാലോ ആ അഴിമതി പ്രശ്നം തീയാകും. മകൾ പ്രതിപട്ടികയിലായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉടനടി രാജിവെക്കണം എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ചേട്ടാ നമ്പർ മറക്കണ്ട. നിങ്ങളും തന്നതേ ചോറ് തന്നെയാ. നീ എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. നീയാണല്ലോ